ഇറാനുമേൽ വീണ്ടും യുഎൻ ഉപരോധം നടപ്പിലാക്കാൻ നീക്കങ്ങളുമായി ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും. ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കാൻ 30 ദിവസത്തെ അന്ത്യശാസനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കങ്ങളുമായി ഈ 3 രാജ്യങ്ങൾ. അമേരിക്ക, ഇസ്രയേൽ രാജ്യങ്ങൾ സംയുക്തമായി ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെയാണ് യുഎന്നുമായുള്ള സഹകരണം നിർത്തിവെച്ചത്. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, നിലപാട് കർക്കശമാക്കാൻ, അതായത് ഇറാനുമേൽ വീണ്ടും യുഎൻ ഉപരോധം നടപ്പിലാക്കാനുള്ള ഒരു നീക്കങ്ങളുമായിട്ടാണ് ഈ 3 രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? തീർച്ചയായും സുരേഷ്, ഈ ഉപരോധം വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ളൊരു നീക്കങ്ങളാണ് ഇപ്പോൾ ഈ 3 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള നടപടികൾ ആരംഭിച്ചു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അത് ഔദ്യോഗികമായ ചില നടപടികളൊക്കെ അക്കാര്യത്തിൽ വേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ അടുത്ത കാലങ്ങളിലാണ് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടുകൾ ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും എടുത്തത്. നമുക്കറിയാം, ഇറാനെതിരെ അതിശക്തമായ ആക്രമണം നടത്തുകയും B-2 ബോംബറുകൾ, അതിശക്തമായ ബോംബുകൾ വർഷിക്കുകയും ഒക്കെ ചെയ്ത് വിശാലമായ രീതിയിൽ തന്നെ ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തകർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് UN അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയുമായുള്ള ബന്ധം, അല്ലെങ്കിൽ അവർക്ക് നിരീക്ഷണം നടത്തുന്നതിനുള്ള അനുവാദം ഇറാൻ നിർത്തിവെച്ചതും അത് ഇറാൻ്റെ പാർലമെൻറ്റ് അംഗീകരിക്കുകയും ചെയ്തത്. ഇത് ഈ 2 സാഹചര്യങ്ങളെല്ലാം തന്നെ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഉപരോധം നിലനിൽക്കുന്നൊരു സാഹചര്യം തന്നെയാണ്. ഉപരോധം ഒഴിവാക്കുന്ന ഒരു സാഹചര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ആണവ നടപടികളുടെ ഭാഗമായുള്ള നിരീക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നിരീക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷകരെല്ലാം തന്നെ ഇറാനിലെത്തിയിട്ടുണ്ട് എങ്കിൽ കൂടി അവരെ ആണവ കേന്ദ്രങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള അനുമതിയൊന്നും ലഭ്യമാക്കിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം നിരീക്ഷണ വിധേയമാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങണമെന്ന ഈ 3 രാജ്യങ്ങളുടെ ഒരു നിലപാട് ഉണ്ടായിരിക്കുന്നത്. ഈ 3 രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും ഉപരോധം പുനഃസ്ഥാപിക്കുക, നമുക്കറിയാവുന്നതാണ്, ഭക്ഷണത്തിനായി എണ്ണ വിൽക്കാനുള്ള അനുമതി, അത്തരത്തിലുള്ള ചില പ്രത്യേക തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഉപരോധം നിലനിൽക്കുന്ന സാഹചര്യത്തിലുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ, ഉപരോധങ്ങൾ വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ളൊരു നീക്കങ്ങളാണ് ഈ 3 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.